Hi friends, welcome to my channel മാസ് ദ ലേണിംഗ് ഹബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സെഷനിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ ടോപ്പിക്സും നല്ല ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പ്രോണൗണിനെ കുറിച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ പോണത്. വാട്ട് ഈസ് പ്രോണൗൺ? എന്താണ് പ്രോണൗൺ? പ്രോണൗണിൻ്റെ ഡെഫിനിഷൻ: പ്രോണൗൺ ഈസ് എ വേർഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ ഓർ നൗൺ ഫ്രേസ്. പ്രോണൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് പ്രോണൗൺ. ഇനി ഏതൊക്കെയാണ് പ്രോണൗൺസ് നോക്കാം. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എക്സെട്ര ഇതൊക്കെ പ്രോണൗൺസ് ആണ്. ഇത് മാത്രമല്ല കുറച്ചുകൂടെ ഉണ്ട്, ഞാൻ ഇവിടെ കുറച്ചേ പറഞ്ഞുള്ളൂ. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. അതിൽ നമ്മൾ പ്രോണൗൺ യൂസ് ചെയ്യുന്നുണ്ട്. ആയിഷ ഈസ് മൈ ഫ്രണ്ട്, ഷീ ലൈക്സ് ക്യാറ്റ്. ഇതിൽ ഏതാണ് നൗണ് ഏതാണ് പ്രോണൗൺ എന്ന് നിങ്ങൾ പറയണം. നൗണിൻ്റെ ക്ലാസ് ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടവർക്കാണെങ്കിൽ ഈ ഒരു സെഷൻ പെട്ടെന്ന് മനസ്സിലാവും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് പോയി കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ആയിഷ എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിലുള്ള നൗണ് അല്ലേ. ഇതിലുള്ള പ്രോനൗൺ ഏതാണ്? ഷീ എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിലെ പ്രോനൗൺ അല്ലേ. അതെങ്ങനെ ഷീ എന്നുള്ളത് ഇവിടെ പ്രോനൗൺ ആയെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിഷ ഈസ് മൈ ഫ്രണ്ട്, ആയിഷ ലൈക്സ് ക്യാറ്റ്, ആയിഷ ലുക്സ് പ്രെറ്റി. അങ്ങനെ ആയിഷ എന്നുള്ളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ആൾക്ക് ഭയങ്കര ബോറായിരിക്കും. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പദമാണ് പ്രോനൗൺ. അപ്പോൾ ഇവിടെ ആയിഷ എന്നുള്ളതിന് നമ്മൾ ഷീ എന്നാണ് ഉപയോഗിക്കുക അല്ലേ. ഇപ്പോൾ പ്രോനൗൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ എക്സസൈസും എക്സാമ്പിൾസൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഐ ലീവ് ഇൻ ബാംഗ്ലൂർ. ഇതിൽ ഏതാണ് പ്രോനൗൺ? യെസ്, ഇതിൽ ഐ എന്നുള്ളതാണ് പ്രോനൗൺ. ഇനി അടുത്തതായിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് പ്രോനൗൺസ് ആണ് നോക്കുന്നത്. ഇതിൽ 7 ടൈപ്സ് ഓഫ് പ്രോനൗൺസ് ഉണ്ട്. ദർ ആർ 7 ടൈപ്സ് ഓഫ് പ്രോനൗൺസ്. ഇനി ഇതിൽ 7 ടൈപ്സ് ഉണ്ടല്ലോ, ബുദ്ധിമുട്ടായിരിക്കും ഇത് കാണണ്ട അല്ലെങ്കിൽ നോക്കണ്ട അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനിവിടെ നല്ല ഈസി ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുക, എന്നിട്ട് നല്ലോണം മനസ്സിലാക്കുക. ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പേഴ്സണൽ പ്രോനൗൺ, സെക്കൻഡ് വൺ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ, തേർഡ് വൺ ഇൻ്ററഗേറ്റീവ് പ്രോനൗൺ, ഫോർത്ത് വൺ റിലേറ്റീവ് പ്രോനൗൺ, ഫിഫ്ത്ത് വൺ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ, സിക്സ്ത് വൺ റിഫ്ലെക്സീവ് പ്രോനൗൺ, ഇനി ലാസ്റ്റ് വൺ സെവൻത്ത് ഇൻറ്റൻസീവ് പ്രോനൗൺ. ഇതിൻ്റെ പേര് കേട്ടിട്ടൊന്നും പേടിക്കണ്ട, ഇത് ഞാൻ നല്ല ഈസി ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇനി ഫസ്റ്റ് വൺ പേഴ്സണൽ പ്രോനൗൺ. വാട്ട് ഈസ് പേഴ്സണൽ പ്രോനൗൺ? എന്താണ് പേഴ്സണൽ പ്രോനൗൺ? പേഴ്സണൽ പ്രോനൗണിൻ്റെ ഡെഫിനിഷൻ: പേഴ്സണൽ പ്രോനൗൺ റെഫർ ടു എ സ്പെസിഫിക് പേഴ്സൺ ഓർ തിങ്. പേഴ്സണൽ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന പ്രോനൗൺ ആണ് പേഴ്സണൽ പ്രോനൗൺ. ഇനി പേഴ്സണൽ പ്രോനൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, മീ, ഹിം, ഹെർ, അസ് ആൻഡ് ദം. എ പേഴ്സണൽ പ്രോനൗൺസ് ക്യാൻ ബി ഇൻ വൺ ഓഫ് 3 പേഴ്സൺസ്. പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ 3 വിഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗം വസ്തുവിനെ സൂചിപ്പിക്കുന്നതാവാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സ്പീക്കർ, സംസാരിക്കുന്ന ആൾ, ഐ, ഞാൻ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സ്പോക്കൺ ടു, ആരോടാണ് സംസാരിക്കുന്നത്, അത് യു, നീ. പിന്നെ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സ്പോക്കൺ ഓഫ്, നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത്, അത് ഹി ആവാം, ഷീ ആവാം, ഇറ്റ് ആവാം, അവൾ, അവൻ അല്ലെങ്കിൽ അത്, അതൊക്കെ തേർഡ് പേഴ്സൺ ആയിട്ടാണ് വരിക. പേഴ്സണൽ പ്രൊനൗൺസ് എയ്തർ സബ്ജക്ട്സ് ഓർ ഒബ്ജക്ട്സ് ഇൻ എ സെൻറ്റൻസ്. പേഴ്സണൽ പ്രൊനൗൺസ് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റും ആവാം ഒബ്ജക്റ്റും ആവാം. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.
ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ വാണ്ട് യു ടു റീഡ് ദിസ് ബുക്ക്. ഇതിൽ ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്, യു എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അത് രണ്ടും എന്താണ്? പേഴ്സണൽ പ്രോനൗൺസ് ആണ്. അത് നമ്മൾ ആദ്യമേ പഠിച്ചല്ലോ ഏതൊക്കെയാണ് പേഴ്സണൽ പ്രോനൗൺസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇനി കുറച്ച് പേർക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് സബ്ജക്റ്റ്, എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. എ സബ്ജക്റ്റ് ഈസ് വാട്ട് എ സെൻറ്റൻസ് ഈസ് എബൌട്ട്, വൈൽ ആൻ ഒബ്ജക്റ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദ ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ്. ഇത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, അപ്പോൾ ക്ലിയർ ആവും. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഐ ഗീവ് ദം കുക്കീസ് എവറി ഡേ. ഇതിൽ ഐ എന്നുള്ളത് സബ്ജക്റ്റാണ്, ദം എന്നുള്ളത് ഒബ്ജക്റ്റാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലുള്ള വെർബ് എന്താണെന്ന് വെച്ചാൽ ഗീവ്, കൊടുക്കുക. അപ്പോൾ ഇതിൽ കുക്കീസ് കൊടുക്കുന്ന ആൾ, അതായത് ഐ സബ്ജക്റ്റും കുക്കീസ് വാങ്ങിക്കുന്ന ആൾ അതാരാണ്? ദം. അത് ഒബ്ജക്റ്റായിട്ടാണ് വരിക. ഇപ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇനി ഞാനിവിടെ ഒരു ചാർട്ട് കാണിക്കുകയാണ്. ഈ ചാർട്ടിൽ എല്ലാം ഉണ്ട്. ഇത് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൽ സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഇനി സബ്ജക്റ്റിൽ തന്നെ സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. ഇനി അത് തന്നെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റിലും സിംഗുലർ, പ്ലൂറൽ, പിന്നെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കുറച്ചുകൂടെ നന്നായി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ഡാഷ് ഈസ് ഫ്രം ഇന്ത്യ. ഓപ്ഷൻസ് അയാൻ, ഹീ, മൈ ഫ്രണ്ട്, ദ ഡോഗ്. ഇതിൽ ഏത് പ്രോനൗൺ ആണ് ഇവിടെ സ്യൂട്ട് ആവുക എന്നുള്ളത് നിങ്ങൾ പറയണം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഹീ ഈസ് ഫ്രം ഇന്ത്യ, അതാണ് കറക്റ്റ്. മറ്റുള്ള ഓപ്ഷൻസ് ഒന്നും പ്രോനൗൺസ് അല്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? ഇനി സെക്കൻഡ് എക്സാമ്പിൾ ഡാഷ് റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ്. ഓപ്ഷൻസ് ഷീ, മൈ സിസ്റ്റർ, യു, ദ ക്യാറ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഇതിലാകെ 2 പ്രോനൗൺസേ ഉള്ളൂ, ഷീ ഉണ്ട്, യു ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ പറയണം. യെസ്, ഇവിടെ ഷീ ആണ് വരിക. ഷീ ഈസ് റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ ആർ ഡാഷ് ഫ്രണ്ട്സ് ഓർ നോട്ട്. ഓപ്ഷൻസ് ഹീ, ഷീ, വി ആൻഡ് ഇറ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് വരിക? യെസ്, ഇതിൽ വി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാണ് വരിക? ആർ വി ഫ്രണ്ട്സ് ഓർ നോട്ട്? ഇപ്പോൾ പേഴ്സണൽ പ്രോനൗൺസ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. വാട്ട് ഈസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ? എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ? ഡെഫിനിഷൻ നോക്കാം. A demonstrative pronoun is a pronoun that is used to point to something specific within a sentence. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോനൗണാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. ഇനി ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇതൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യാം? ഒരു സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഒരു എക്സാമ്പിളായിട്ട് ദിസ് ഈസ് മൈ പെൻ, പെന്നിന് പോയിൻ്റ് ചെയ്ത് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ആയത്. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ആർ ഡാഷ് യുവർ ഷൂസ്. ഓപ്ഷൻസ് ദാറ്റ്, ദെൻ, ദോസ് ആൻഡ് ദിസ്. ഇതിൽ ഏത് പ്രോനൗൺ ആണ് ഇവിടെ സ്യൂട്ട് ആവാൻ നിങ്ങൾ പറയണം. യെസ്, ഇവിടെ ദോസ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ സെൻറ്റൻസ് വരാം, ആർ ദോസ് യുവർ ഷൂസ്? അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുക. ഇനി സെക്കൻഡ് എക്സാമ്പിൾ ദർ ഈസ് നോ എൻഡ് ടു ഡാഷ്. ഓപ്ഷൻസ് സച്ച്, ദോസ്, ദിസ്, നൺ. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? യെസ്, ഇതിൽ ദിസ് എന്നുള്ള പ്രോനൗൺ ആണ് ഇവിടെ സ്യൂട്ട് ആവുക അല്ലേ. ദർ ഈസ് നോ എൻഡ് ടു ദിസ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ ഡാഷ് ആർ നൈസ് ലുക്കിംഗ്. ഓപ്ഷൻസ് ദിസ്, ദാറ്റ്, ദീസ് ആൻഡ് സച്ച്. ഇതിൽ ഏതാണ് കറക്റ്റ് വരിക? യെസ്, ഇതിൽ ദീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എങ്ങനെയാണ് വരിക? ദീസ് ആർ നൈസ് ലുക്കിംഗ്. ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം.
മൂന്നാമത്തെ പ്രോനൗൺ ആണ് ഇൻ്ററഗേറ്റീവ് പ്രോനൗൺ. വാട്ട് ഈസ് ഇൻ്ററഗേറ്റീവ് പ്രോനൗൺ? എന്താണ് ഇൻ്ററഗേറ്റീവ് പ്രോനൗൺ? ഡെഫിനിഷൻ നോക്കാം. ആൻ ഇൻ്ററഗേറ്റീവ് പ്രോനൗൺ ഈസ് എ പ്രോനൗൺ വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഈസി. ഇൻ്ററഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോനൗൺസ് ആണ് ഇൻ്ററഗേറ്റീവ് പ്രോനൗൺസ്. There are 5 interrogative pronouns. 5 interrogative pronouns ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. What, which, who, whom and whose. ഈ പ്രോനൗൺസ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇൻ്ററഗേറ്റീവ് പ്രോനൗൺസ് ആയത്. ഇനി കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഡാഷ് ടൈം ഡു വി നീഡ് ടു ബി അറ്റ് ദ എയർപോർട്ട്. ഓപ്ഷൻസ് which, what, whose and whom. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? യെസ്, വാട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? വാട്ട് ടൈം ഡു വി നീഡ് ടു ബി അറ്റ് ദ എയർപോർട്ട് അല്ലേ? ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഡാഷ് കാർ ഈസ് ദാറ്റ്. ഓപ്ഷൻസ് whom, whose, what and who. യെസ്, ഹൂസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? ഹൂസ് കാർ ഈസ് ദാറ്റ്. ഇനി അടുത്ത എക്സാമ്പിൾ, ഡാഷ് ഡിഡ് യു ടെൽ. ഓപ്ഷൻസ് whom, what, whose and which. യെസ്, whom എന്നാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? whom did you tell. ഇത്രയാണ് ഇൻ്ററഗേറ്റീവ് പ്രൊനൗൺസിലുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ പ്രോനൗൺ ആണ് റിലേറ്റീവ് പ്രോനൗൺ. വാട്ട് ഈസ് റിലേറ്റീവ് പ്രോനൗൺ? എന്താണ് റിലേറ്റീവ് പ്രോനൗൺ? ഡെഫിനിഷൻ നോക്കാം. റിലേറ്റീവ് പ്രോനൗൺ ഈസ് വൺ വിച്ച് വി യൂസ് ടു റെഫർ ടു നൗൺ മെൻഷൻ പ്രീവിയസ്ലി. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെൻറ്റൻസിൽ ആദ്യമേ ഒരു നൗണ് പറഞ്ഞിട്ടുണ്ടാവും. ആ നൗണിനെ പിന്നെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് റിലേറ്റീവ് പ്രോനൗൺ. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിണ്ടാവില്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റിലേറ്റീവ് പ്രോനൗൺ ക്യാൻ ബി യൂസ് ടു ജോയിൻ 2 സെൻറ്റൻസസ്. 2 സെൻറ്റൻസുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ റിലേറ്റീവ് പ്രോനൗൺസ് യൂസ് ചെയ്യും. ഇത് എവിടേക്കാണ് യൂസ് ചെയ്യാന്നുള്ളതും ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഞാൻ പറയാം, കൺഫ്യൂഷൻ ആവണ്ട. ഏതൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗൺസ് നോക്കാം. ഹൂ, whom, which, why, when, where, whose, that, what. ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രൊനൗൺസ്. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാന്നുള്ളത്. ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് ദ പ്ലേസ് വി മെറ്റ്. ഇതിൽ ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വെൻ, വേർ, ഹൂ, ദാറ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ പറയണം. യെസ്, ദാറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ റിലേറ്റീവ് പ്രോനൗൺ. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് വരാം? ദിസ് ഈസ് ദ പ്ലേസ് ദാറ്റ് വി മെറ്റ്. നമ്മൾ ആ പ്ലേസിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞു, പിന്നെ ആ പ്ലേസിനെയാണ് പിന്നെ നമ്മൾ ദാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ സെൻറ്റൻസിൽ കണക്ട് ചെയ്യാനും കൂടെ വേണ്ടി യൂസ് ചെയ്ത ഒരു പ്രോനൗൺ ആണ് ദാറ്റ് അല്ലേ? അതുകൊണ്ടാണ് ഇത് റിലേറ്റീവ് പ്രോനൗൺ ആയത്. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ ആം ലുക്കിംഗ് ഫോർ സംവൺ ഡാഷ് ക്യാൻ വാച്ച് മൈ ഡോഗ് വൈൽ ഐ ഗോ ടു വെക്കേഷൻ. ഇതിൽ ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം. വിച്ച്, ഹൂ, ഹൂം, ഹൂഎവർ. ഇതിൽ ഏതാണ് കറക്റ്റ് റിലേറ്റീവ് പ്രോനൗൺ ഇവിടെ വരിക എന്നുള്ളത് നിങ്ങൾ പറയണം. യെസ്, ഇതിൽ ഹൂ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെ സെൻറ്റൻസ് വരിക. ഐ ആം ലുക്കിംഗ് ഫോർ സംവൺ ഹൂ ക്യാൻ വാച്ച് മൈ ഡോഗ് വൈൽ ഐ ഗോ ടു വെക്കേഷൻ. സെൻറ്റൻസ് എങ്ങനെയാണ് വരിക? ഞാൻ ഒരാളെ നോക്കുകയാണ്. ഐ ആം ലുക്കിംഗ് ഫോർ സംവൺ. ഹൂ, അയാൾക്ക്. ഒന്നുകൂടെ റെഫർ ചെയ്ത് പറയുന്നുണ്ട്. ആ സംവൺ എന്നുള്ള അയാളാണ് ഹൂ. അയാൾക്ക് വെക്കേഷനിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ ഡോഗിന് നോക്കാൻ കഴിയണം അല്ലേ? അപ്പോൾ ഇവിടെ ഹൂ എന്നുള്ളതാണ് റിലേറ്റീവ് പ്രോനൗൺ. ആ സംവണിനെ ഒന്നും കൂടെ റെഫർ ചെയ്ത് പറയുന്നതുകൊണ്ടാണ് ഇതിനെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ റിലേറ്റീവ് പ്രോനൗൺ എല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രോനൗൺ ഏതാണെന്ന് നമുക്ക് നോക്കാം.
ഇനി അഞ്ചാമത്തെ പ്രോനൗൺ ആണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. വാട്ട് ഈസ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ? എന്താണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ? ഇൻഡെഫിനിറ്റ് പ്രോനൗണിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആർ ദോസ് റെഫറിങ് ടു വൺ ഓർ മോർ അൺസ്പെസിഫൈഡ് ഒബ്ജക്റ്റ്, ബീയിങ് ഓർ പ്ലേസ് ടു വിച്ച് ദേ റെഫർ. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പില്ലാത്തൊരു കാര്യമോ അല്ലെങ്കിൽ ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോനൗണിനെയാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. ഞാൻ ഏതൊക്കെയാണ് പ്രോനൗൺസ് എന്ന് പറയാം. അതിൽ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ ഏതൊക്കെയാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് നോക്കാം. എനി, എനിബഡി, എനിവൺ, എയ്തർ, നെയ്തർ, നോബഡി, സം, സംവൺ, മെനി, മച്ച്, ബോത്ത്. ഇതൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാത്തല്ലേ, ഒരു ഉറപ്പില്ലാതെ പറയുന്നതാണ്. അങ്ങനത്തെ പ്രോനൗൺസിനെയാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയാം. നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിൽ ഫസ്റ്റ് വൺ, ഡാഷ് ഹാപ്പൻസ് ഫോർ എ സീസൺ. ഓപ്ഷൻസ് ഏതൊക്കെയുള്ളത്? എനിബഡി, എവറിത്തിങ്, സം, സംബഡി. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ പറയണം. യെസ്, ഇതിലുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് പ്രോനൗൺ ഇവിടെ വരിക എവറിത്തിങ്. എവറിത്തിങ് എന്നുള്ളത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണെന്ന് നമ്മൾ പഠിച്ചു. അതാണ് ഇതിലെ കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഐ ഡോണ്ട് നോ ഡാഷ് ഓഫ് ദ ആൻസേഴ്സ്. ഓപ്ഷൻസ് എനി, എനിവൺ, എവറി വൺ, നോ വൺ. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? യെസ്, ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? എനി. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് വരിക? ഐ ഡോണ്ട് നോ എനി ഓഫ് ദ ആൻസേഴ്സ്. അപ്പോൾ എനി എന്നുള്ളതാണ് ഇവിടുത്തെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോനൗൺ എന്താണെന്ന് നോക്കാം. ഇനി ആറാമത്തെ പ്രോനൗൺ റിഫ്ലെക്സീവ് പ്രോനൗൺ. വാട്ട് ഈസ് റിഫ്ലെക്സീവ് പ്രോനൗൺ? എന്താണ് റിഫ്ലെക്സീവ് പ്രോനൗൺസ്? റിഫ്ലെക്സീവ് പ്രോനൗൺസിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Reflexive pronouns are used when the subject and object of the sentence are the same. Reflexive pronouns എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിലുള്ള സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒന്നായിരിക്കും. അങ്ങനെയുള്ള പ്രൊനൗൺസിനെ പറയുന്ന പേരാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ. ഏതൊക്കെയാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺസ് നോക്കാം. മൈസെൽഫ്, ഹെർസെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഇറ്റ് സെൽഫ്, ദം സെൽഫ്, അവർ സെൽഫ്. ഇതൊക്കെ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ആണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഷീ ടുക്ക് ഹെർസെൽഫ് ടു ദ ഹോസ്പിറ്റൽ. ഇതിൽ ഷീ എന്നുള്ളതും ഹെർസെൽഫ് എന്നുള്ളതും പ്രൊനൗൺസ് ആണ്. അപ്പോൾ ഇതിൽ ഷീ എന്നുള്ളത് സബ്ജക്റ്റും ഹെർസെൽഫ് എന്നുള്ളത് ഒബ്ജക്റ്റുമാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ലേ? അപ്പോൾ ഇതിൽ ഹെർസെൽഫ് എന്നുള്ളതാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കാം. ഇതിൽ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്, റിഫ്ലെക്സീവ് പ്രോനൗൺ കൊടുത്തിട്ടുണ്ട്. ഐ എന്നുള്ളതിന് മൈസെൽഫ്, യു എന്നുള്ളതിന് യുവർ സെൽഫ്, ഹി എന്നുള്ളതിന് ഹിംസെൽഫ്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ചാർട്ട് നോക്കിയാൽ മതി നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ദ ചിൽഡ്രൻ മെയ്ഡ് ഹോളിഡേ ഡെക്കറേഷൻസ് ബൈ ഡാഷ്. ഓപ്ഷൻസ് ഇറ്റ് സെൽഫ്, അവർ സെൽഫ്, themselves and their selves. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? അതെ, കറക്റ്റ് ആൻസർ themselves. അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് വരാം? ദ ചിൽഡ്രൻ മെയ്ഡ് ഹോളിഡേ ഡെക്കറേഷൻസ് ബൈ themselves. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ഡാഡ് ആൻഡ് ഐ പെയിൻറ്റഡ് ഡാഷ്. ഓപ്ഷൻസ് മൈസെൽഫ്, ഹിംസെൽഫ്, അവർ സെൽഫ്സ് ആൻഡ് ഇറ്റ് സെൽഫ്. ഇതിൽ ഏതാണ് കറക്റ്റ് വരിക? യെസ്, ഇതിൽ അവർ സെൽഫ്സ് എന്നാണ് വരിക. അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് വരിക? ഡാഡ് ആൻഡ് ഐ പെയിൻറ്റഡ് അവർ സെൽഫ്സ്. അപ്പോൾ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഏഴാമത്തത് ലാസ്റ്റ് വൺ, ഇൻറ്റൻസീവ് പ്രൊനൗൺ. വാട്ട് ഈസ് ഇൻറ്റൻസീവ് പ്രൊനൗൺസ്? എന്താണ് ഇൻറ്റൻസീവ് പ്രൊനൗൺസ്? ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ആൻ ഇൻറ്റൻസീവ് പ്രൊനൗൺ ഈസ് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ടു റിഫ്ലെക്സീവ് പ്രൊനൗൺ. It defined as a pronoun that ends in self or selves.
ഇൻറ്റൻസീവ് പ്രൊനൗൺസും റിഫ്ലെക്സീവ് പ്രൊനൗൺസും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അത് രണ്ടും അവസാനിക്കുക സെൽഫ് അല്ലെങ്കിൽ സെൽഫ്സ് വെച്ചിട്ടാണ്. ഏതൊക്കെയാണ് ഇൻറ്റൻസീവ് പ്രൊനൗൺസ് നോക്കാം. മൈ സെൽഫ്, ഹെർ സെൽഫ്, ഹിം സെൽഫ്, അവർ സെൽഫ്സ്, ദം സെൽഫ്സ് എക്സെട്ര. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സെയിം പ്രൊനൗൺ തന്നെയാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺസിലുള്ളതെന്ന്. അതേ സെയിം തന്നെയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു. ഇതിൻ്റെ യൂസേജിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ, റാം മെയ്ഡ് കോഫി ഫോർ ദ കിങ് ഹിംസെൽഫ്. ഇതിൽ ഹിംസെൽഫ് എന്നുള്ള ഞാൻ മാർക്ക് ചെയ്തില്ലേ, അതാണ് ഇൻറ്റൻസീവ് പ്രൊനൗൺ അല്ലേ. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു റിഫ്ലെക്സീവ് പ്രൊനൗണും ഹിംസെൽഫ് ഉണ്ട്. അപ്പോൾ ഓരോ സെൻറ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ ഇൻറ്റൻസീവ് പ്രൊനൗണും റിഫ്ലെക്സീവ് പ്രൊനൗണും ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, റാം കോഫി ഉണ്ടാക്കി ആർക്ക് കൊടുത്തു? കിങ്ങിന് കൊടുത്തു. റാമനെ ഉണ്ടാക്കിയെന്നാണ് ഹിംസെൽഫിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഹിംസെൽഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതില്ലെങ്കിലും നമുക്ക് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലാവും. റാം കിങ്ങിന് വേണ്ടിയിട്ട് കോഫി ഉണ്ടാക്കി. അപ്പോൾ ഹിംസെൽഫ് എന്ന് പറയുന്നത് റാം തന്നെ ഉണ്ടാക്കിയെന്നല്ലേ, അത് പറയേണ്ട ആവശ്യമില്ല. അതില്ലെങ്കിലും സെൻറ്റൻസ് മീനിങ് ഫുൾ ആവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് ആണ് ഇൻറ്റൻസീവ് പ്രൊനൗൺസ്. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, വി ബിൽറ്റ് എ ഗാർഡൻ ഷെഡ് ബൈ ഡാഷ്. ഓപ്ഷൻസ് മൈസെൽഫ്, അവർ സെൽഫ്സ്, ദം സെൽഫ്സ് ആൻഡ് ഹിംസെൽഫ്. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? യെസ്, ഇതിൽ അവർ സെൽഫ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വി ബിൽറ്റ് എ ഗാർഡൻ ഷെഡ് ബൈ അവർ സെൽഫ്. അവർ സെൽഫ്സ് ഇല്ലെങ്കിലും നമുക്കറിയാം നമ്മൾ തന്നെയാണ് ആ ഗാർഡൻ ഷെഡ് ഉണ്ടാക്കിയതെന്ന്. അതുകൊണ്ടാണ് ഈ ഒരു പ്രൊനൗൺ ഇൻറ്റൻസീവ് പ്രൊനൗൺ ആയത്. ഇനി അടുത്ത എക്സാമ്പിൾ, അനു സ്വീഡ് ഹെർ ഡ്രസ് ഡാഷ്. മൈസെൽഫ്, ഹിംസെൽഫ്, അവർ സെൽഫ്സ് ആൻഡ് ഹെർ സെൽഫ്. ഏതാണ് കറക്റ്റ് ആൻസർ വരിക അവിടെ? യെസ്, ഇവിടെ ഹെർ സെൽഫ് എന്നുള്ളതാണ് കറക്റ്റ് പ്രൊനൗൺ അല്ലേ. അനു സീവ്ഡ് ഹെർ ഡ്രസ് ഹെർ സെൽഫ്. അവൾക്ക് വേണ്ടിയിട്ട് തന്നെ ഡ്രസ്സ് സീവ് ചെയ്തു. അപ്പോൾ ഇതില്ലെങ്കിലും ഈ ഒരു സെൻറ്റൻസ് മീനിങ് ഫുൾ ആവും. അതുകൊണ്ടാണ് ഹെർ സെൽഫ് എന്നുള്ള പ്രൊനൗൺ ഇവിടെ ഇൻറ്റൻസീവ് പ്രൊനൗൺ ആയത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും നല്ലോണം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.